മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രം 11 ദിനങ്ങളിൽ മികച്ച കളക്ഷനുമായി പോകുന്നു. 12ാം ദിനത്തിലേക്ക് കടക്കുന്നു. സിനിമയുടെ 11ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടും ബാക്കി ഡീറ്റെയിൽസുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ 1685 ഷോകളാണ് 11ാം ദിവസം ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,09,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4,85,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് സിനിമ 5 കോടിക്ക് മുകളിൽ 11ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എന്ന് തന്നെ പറയാം. ഇന്ന് ഒക്യുപ്പൻസി ആയിട്ട് പറയുന്നത് 69%. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയിരിക്കുന്ന ചിത്രം 10 ദിനം കൊണ്ട് സിനിമ നേടിയത് 66,80,00,000 രൂപയാണ്. അതായത് 11 ദിവസം കൊണ്ട് സിനിമ എത്തിയിരിക്കുന്നത് ഏകദേശം 72 കോടിയിലേക്ക് എന്നുള്ളതാണ്. സർവ്വകാല റെക്കോർഡുകളാണ്. ഇതുവരെ നമുക്ക് ഒരു ദിവസം പോലും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിക്ക് താഴെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്ന് 2,60,00,000 രൂപയോളമാണ് 10 ദിനം കൊണ്ട് സിനിമ നേടിയത്. കർണാടക, തമിഴ്നാട്, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13,25,00,000 രൂപയോളം സിനിമ നേടുകയും ചെയ്തു. ഓവർസീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് $9 മില്യൺ മുകളിലാണ് 10 ദിവസം കൊണ്ട്. 11ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വേറെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 77 കോടിയാണ് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് വന്നിരിക്കുന്നതും. അങ്ങനെ മൊത്തം സിനിമ ഒരു കൊലത്തൂക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അമ്മാതിരി, അതായത് 160 കോടി ഒഫീഷ്യൽ പോസ്റ്റർ വന്നിരിക്കുന്നു. 159 ആ ഒരു റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷൻ നിൽക്കുന്നത്. അതായത് ഇന്നത്തെ കളക്ഷൻ കൂടി, അല്ലെങ്കിൽ 11ാം ദിവസത്തെ കളക്ഷനിലേക്കും കൂടി വരുമ്പോഴത്തേക്ക് 170 കോടിയിലേക്ക് സിനിമ എത്തുന്നതാണ്. 12ാം ദിവസം തീർച്ചയായും സിനിമ 180 കോടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ആദ്യ ദിനം 5,10,00,000 നേടിയ സിനിമ 2ാം ദിനം നേടിയത് 7 കോടിയായിരുന്നു. 3ാം ദിവസം 8,20,00,000 ആണെങ്കിൽ 4ാം ദിവസം 6,85,00,000 രൂപ. 5ാം ദിവസം 6,50,00,000 ആണെങ്കിൽ 6ാം ദിവസം 6,30,00,000 രൂപയാണ് നേടിയത്. 7ാം ദിനം 6,80,00,000 രൂപ നേടിയപ്പോൾ 8ാം ദിനം ഒരു ചെറിയ ഇടിവ് 5,60,00,000 രൂപയിലേക്ക് വന്നു. ഡേ 9 6,35,00,000 വന്നപ്പോൾ ഡേ 10 ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കളക്ഷൻ വന്നത്. കളക്ഷൻ സർവ്വകാല റെക്കോർഡുകൾ, അതായത് സെക്കൻഡ് ഡേയേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ എത്തുന്ന കാര്യം. തേർഡ് ഡേ മാത്രമാണ് സിനിമയുടെ മുന്നിൽ നിൽക്കുന്നത് 7,40,00,000 രൂപ. അങ്ങനെ 10 ദിവസം കൊണ്ട് സിനിമ റെക്കോർഡ് തൂക്കി. അതായത് 11ാം ദിവസവും സിനിമയ്ക്ക് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ, 5,20,00,000 വരുമെന്നുള്ളതാണ്. എന്തായാലും ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം സിനിമ, അതായത് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രം സിനിമ 80,80,00,000 രൂപ, അതായത് 81 കോടിയോളം നേടി എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ഗംഭീരമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചത് 5,80,00,000 മില്യൺ ഡോളറാണ്. നോർത്ത് അമേരിക്കയിൽ നിന്ന് $1.35, UK അയർലൻഡിൽ നിന്ന് $1.05 മില്യൺ, ഓസ്ട്രേലിയയിൽ നിന്ന് $470,000, ന്യൂസിലാൻഡിൽ നിന്ന് $88,000, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $445,000, ഓവർസീസിൽ നിന്ന് $9.21 മില്യൺ സിനിമ നേടിയത്. അങ്ങനെ $159.5 സിനിമ 10 ദിനം കൊണ്ട് നേടിയത്. എന്തായാലും സർവ്വകാല റെക്കോർഡുകളും തകർത്ത് സിനിമ പോകുമ്പോൾ ഈ ഒരു 12ാം ദിനം സിനിമ 180 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.